സോ വാട്ട്സപ്പ് ഗായ്സ്, വെൽക്ം ബാക്ക് ടു ഇറ്റ്സ് മീ എപ്പിക് ഗെയിമിൻ്റെ പുതിയൊരുടെ എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലാവ SMBയിൽ ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടെന്ന് വെച്ചാൽ വീഡിയോയിൽ ആദ്യമായിട്ടാണ്. വെൽക്കം ടു ലാവ SMB. ഇപ്പം പുറത്ത് മഴയൊക്കെ പെയ്യാണ്. ഇപ്പം ഇവിടെ റീഡ് ബുക്ക് എന്ന് പറയും. സോ ജസ്റ്റ് റൂൾസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലാവ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. ഒരു രസത്തിനൊക്കെ വേണ്ടി. അപ്പോൾ എൻജോയ് ദ സർവൈവൽ ആൻഡ് ബിൽഡ് യുവർ ബേസ്. നമ്മുടെ ബേസ് ബിൽഡ് ചെയ്യണം. നോ വൺ ബ്രേക്ക് ഇൻ ദ സെർവർ എന്ന് വെച്ചാൽ നമ്മുടെ സെർവറിന് എന്തെങ്കിലും ഹാക്കോ അങ്ങനെ എന്തെങ്കിലും, അത് മാത്രമല്ല പ്രത്യേകിച്ച് നമ്മുടെ സെർവറിൽ എന്തെങ്കിലും സ്പോണിൽ അങ്ങനെ എന്തെങ്കിലും പൊട്ടിക്കാൻ പാടൊന്നുമില്ല. ഇപ്പം എന്തായാലും പിന്നെ പറഞ്ഞേക്കാം, ടീം ബേസ് ഓൺലി സ്പോൺസേഡ് ബൈ ലാവ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ടീം ബേസ് മാത്രമാണ് പണിയാൻ പറ്റുള്ളൂ, സിംഗിൾ ബേസ് പണിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെടുക്കണം ടീം. അപ്പോൾ ഡിസ്കോഡിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ടീം എന്നൊരു ഓപ്ഷൻ കാണും. സോ ഒരാൾക്കാർ ഫണ്ടൊക്കെ ആക്കിയിട്ട് നമ്മൾ സെർവറിലോട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് അവരെ വെച്ചിട്ട് പിന്നെ ടീമൊക്കെ ആക്കാനേ ഉള്ളു. മനസ്സിലായോ? ഈ ബുക്കിങ് എടുത്തു. അതെ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ലാവ മാക് ഗെയിമർ പ്രോ ചെയ്തോട്ടെ. മാക് ഗെയിമർ അവൻക്കും ഒരു ചാനലുണ്ട്. അപ്പോൾ അവൻ്റെയും കൂടെ ചാനൽ സബ് ചെയ്തേക്കാം. നമ്മളെന്ന് വെച്ചാൽ രാത്രി ആയാലോടെ. എൻ്റെ ബെഡാണ്. ഞാൻ കുറച്ച് ദിവസമൊക്കെ സർവൈവ് ചെയ്യണം. കുറച്ച് ദിവസമല്ല, കുറേ ദിവസം സർവീസ് ചെയ്ത് ഇത്ര സംഭവം കിട്ടി. അവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ലെറ്റർ ഓർമ്മ എനിക്ക് ഒരാൾ തന്നെയാണ്, മറ്റേ ലെറ്റർ എടുത്താണ്. ഫോട്ടോ എനിക്ക് 2 ഒരാൾ തന്നെ തന്നെയാണ്. ആരാന്ന് ഞാൻ ഇപ്പോൾ പറയാനുള്ള. നമുക്കിപ്പം ബെഡ് വയ്ക്കാം. ബെഡ് ഇവിടെ ബെഡ് വയ്ക്കാം. ബെഡ് വെച്ചിട്ട് നമുക്കൊന്ന് കിടക്കാം. എന്തായാലും എൻ്റെ ബേസ് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരാം ഞാൻ. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കാം. ബേസ് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ നല്ല അത്യാവശ്യം സ്ഥലമാണ്. ഇപ്പം നമ്മുടെ ടീമിലിപ്പം മാക് ഗെയിമർ ഉണ്ട്, മാക് ഗെയിമർ പ്രോ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വേറൊരു പ്രോ ഉണ്ട്. പക്ഷെ ആ പ്രോ വരുമെന്നറിയില്ല ആ പ്രോ. അതുകൊണ്ടിപ്പം മൂന്നാമത്തെ ഒരാൾ ആരാന്ന് വിചാരിച്ചിരിക്കുക. എന്നാൽ ബോർഡോട് ഒന്നുകൂടി ചോദിച്ചു നോക്കണം. ഇവിടെ ഫുള്ള് മഴയാട്ടോ പുറത്തൊക്കെ. അതുകൊണ്ട് ഞാൻ കാറ്റൊക്കെ അടിച്ച് രസിച്ചിരിക്കുക. ഇത് ഇവിടെ പറഞ്ഞേക്കണം എന്ന് വെച്ചാൽ ഇവിടെ ലെജൻഡ് ആർമർ ഇൻ മൈൻക്രാഫ്റ്റ്. ഭയങ്കര വലിയ എൻചാൻറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത ഒരു വലിയൊരു ലെജൻഡ് ആർമർ ആണെന്നാണ് നമ്മുടെ പറയണേ ഇവിടെ. പിന്നെ ഡോൺ ടച്ച് ദിസ് ലെജൻഡ് ആർമർ ആൻഡ് ഡോൺ ടു ടേക്ക്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ആർമറും കാര്യം ടേക്കൊക്കെ ചെയ്യല്ല. ഇതൊക്കെ ഇവിടെ ആരും ടേക്കില്ല. ഇതൊക്കെ ചുമ്മാ ഒരു ഫാഷനും സ്പോണിലെ ഡിസൈനൊക്കെ വേണ്ടി മാക്ക് എന്നോട് വച്ചാന്ന് പറഞ്ഞായിരുന്നു. ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ സ്പോൺ. നമ്മുടെ ബേസ് ഉണ്ടാക്കുന്ന സ്ഥലം അത് കുറച്ച് ദൂരെയാണ്, ഞാൻ കാണിച്ചു തരാം. എന്നാലും മാക്ക് നന്നായിട്ട് പണിതിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്പോൺ. ഞാൻ ആദ്യം സ്പോൺ പണിതാണ്. അപ്പോൾ അവിടെ കുറച്ച് ഇതൊക്കെ പൊട്ടിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും സ്പോണൊന്നും പൊട്ടിക്കാൻ നിൽക്കണ്ട. സ്പോൺ പൊട്ടിക്കുന്നത് തെറ്റാണെന്ന് നമ്മുടെ റൂൾസിലുണ്ട്, MC റൂൾസ്. അപ്പോൾ അത് നമ്മുടെ ഡിസ്കോഡ് സെർവറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡിസ്കോഡ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം 44 മെമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് ലോഡിങ് ഇഷ്യൂ ആണ്. 2000 years later. ഇത് പ്ലെയിൻ സ്ഥലമൊക്കെയാണ്. അത് കൊള്ളാമല്ലോ. ഇത് പ്ലെയിൻ സ്ഥലമല്ലോ. ഈ സ്ഥലമല്ല അത്, മനസ്സിലായോ? അത് ആ ഒരു ഐലൻഡ് ഫുള്ള് നമ്മുടെ ബേസാക്കാൻ പറ്റും. നോക്കാം. അതെന്ന് തോന്നുന്നു. നോക്കാം. അത് കണക്റ്റഡ്. യെസ്. ഇവിടെ കണക്റ്റഡ് ആണ്. നമുക്കിപ്പം ഇത് നല്ല സ്ഥലമാണ്. ഇവിടെ ഞാനിപ്പം ഇവിടെ നിന്ന് ജസ്റ്റാണ്. ഇത് വേറെ ആളുടെ ബേസാണോ? തോളാലോട്. ഇത് വേറെ ആളുടെ ബേസാണെന്ന് തോന്നുന്നു. അത് എന്താ ഫാമാണോ അത്? നോക്കട്ടെ. എൻ്റെ ആളുടെ എല്ലാ പ്ലേസും ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകാമല്ലോ. ഇത് എൻ്റെ ബേസാണെന്ന് തോന്നുന്നു. എൻ്റെ ബേസാണെങ്കിൽ എനിക്ക് ഈ സംഭവമൊക്കെ പൊട്ടിച്ചോളെ. ഇതെന്താ കൊന്തയോ? എന്തുവാണ് ഇത്? എനിക്കറിയില്ല ഇതിൻ്റെ അകത്തെന്തോ. എന്താ പിന്നെ നോക്കാം. ഇതെന്താണെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര തലർക്കമല്ലോ കേസ്. എൻ്റെ ബേസിൽ വന്നിട്ട് നോക്കട്ടെ. ഞാനില്ല പണ്ടൊരു ഒരു സ്റ്റോർ റൂം പോലത്തെ ഒരു ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹൗസ് അവിടെ ഉണ്ടോ എന്ന് നോക്കട്ടെ. ആ ഹൗസുള്ള സ്ഥലം ഫുൾ എൻ്റെയാണ്. ഈ ഹൗസ് ഈ സ്ഥലത്തേക്ക് കണ്ട. അത് കേസ് ഇതാണ് എൻ്റെ ആ ഹൗസ്. ഇതെൻ്റെ സ്ഥലമാണ്. അറിയാം. ഇതെൻ്റെ പണ്ടത്തെ ഒരു ഹൗസാന്ന് പറയാം. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ബേസിൻ്റെ അകത്തുള്ളൊരു സ്പോണിങ് ഏരിയ ആണ്. നമുക്കിവിടെ വയ്ക്കാം നമ്മുടെ ബേസിൻ്റെ അകത്ത്. എന്താ ഇത് നമ്മുടെ ബേസാണ്, ഇത് അവൻ്റെ ബേസല്ല എന്നാണ്
ഓക്കെ, എനിക്ക് തൽക്കാലം ഇപ്പോൾ ഒരു വുഡ് ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ? എൻ്റെ സ്റ്റോർ റൂമിൽ ക്രാഫ്റ്റിംഗ് ടേബിൾ കാണാതിരിക്കില്ല, നോക്കട്ടെ. ഇവിടെ ബെഡ് വയ്ക്കാം എന്തായാലും ഇപ്പോൾ തൽക്കാലം. ഓക്കെ, ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞു ഇല്ലേ? ഉണ്ട്. ഓക്കെ, ഞാനിപ്പം ഞാനിവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഒരു സൈൻ ബോർഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. രണ്ട് ഇതുണ്ടാക്കാമല്ലോ, ഷീൽഡ് ഉണ്ടാക്കാം. ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഷീൽഡിൻ്റെ ആവശ്യം എനിക്കില്ല, എന്താണെന്ന് വെച്ചാൽ അറിയാക്കും. ഇപ്പോൾ ഒരു ആർമർ ഉണ്ടാക്കണേക്ക് പ്രധാനം. ഓക്കെ, എന്തായാലും ഒരു ആർമർ ഉണ്ടാക്കി, ബാക്കി ഇതുണ്ടല്ലോ. ഓക്കെ, എനിക്ക് ഒരു സ്റ്റിക്ക് വേണം, സ്റ്റിക്ക് കുറച്ചെണ്ണം മതി. ഓക്കെ, അതിവിടെ ഞാൻ സൈൻ ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈൻ ബോർഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഉള്ള എല്ലാ റെസിപ്പി ആ റെസിപ്പി ഫുള്ള് കളഞ്ഞാട്ടെ, ഞാൻ സത്യം പറയാം. ഞാൻ ആദ്യം തന്നെ വന്നപ്പോഴേക്കും എനിക്ക് കിട്ടിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സേഡല്ലായിരുന്നു എനിക്കത് കിട്ടിയത്. ഒരാൾ അയണെങ്ങാണ്ട് എനിക്ക് തന്നായിരുന്നു, അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയത്. പിന്നെയാണ് എനിക്ക് മറ്റേ വലിയ കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ സ്മോൾ കാര്യങ്ങളായിരുന്നു എനിക്ക് കിട്ടിയത്. ഓക്കെ, നമുക്കിവിടെ ഉണ്ടാക്കാം. എൻ്റെ വുഡ് ഫുള്ളെടുത്ത്, പക്ഷേ എൻ്റെ സംഭവം കാണാനില്ല. ഓക്കെ, റെഡി. ഇതാണ് നമുക്ക് കിട്ടിയ സൈൻ ബോർഡ്. ഇപ്പോൾ ഈ സൈൻ ബോർഡിൻ്റെ ഇവിടെ നമുക്ക് സ്പോണിങ് ഏരിയ ആണ് ഇവിടെ എഴുതാം, സ്പോണിങ് ഏരിയ. ഓക്കെ, ഈ ഗബിൾ സ്റ്റോണൊക്കെ നമുക്ക് പയ്യെ മാറ്റാം. ഓക്കെ, ഇവിടെ സ്പോണിങ് ഏരിയ. ഓക്കെ, പിന്നെ ഏത് ഫാം ഉണ്ടാക്കണമെന്ന് നിങ്ങളെല്ലാവരും പറയണം. കാരണം വെച്ചാൽ നമുക്ക് ഫാമും കാര്യങ്ങളെന്ന് വെച്ചാൽ അറിയാലോ കേസ്, നമ്മൾ ടീമിന് വേണ്ടി നമ്മളൊരു ഫാം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ നല്ലൊരു ഫാമിൽ നമ്മൾ തുടങ്ങണം. ഓക്കെ, എന്തായാലും നമുക്ക് ഇപ്പോൾ സ്പോണിങ് ഏരിയ എന്ന് അടിക്കാം. സ്പോണിങ് ഏരിയ ഓഫ് നമ്മുടെ ടീമിൻ്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്നാണ് എല്ലാവരും കൂടെ തീരുമാനിച്ചത്. ഞാനിപ്പം XYZ എന്നാണ് നമ്മുടെ ടീമിൻ്റെ പേര്. ഓക്കെ, ഫൈനലി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പോണിങ് ഏരിയ ഓഫ് XYZ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ബെഡ് വെച്ച് കൊടുക്കണം. ഓക്കെ, ഇപ്പം എനിക്ക് എത്ര ബെഡുണ്ട് സത്യം പറഞ്ഞാൽ? ഓക്കെ, എനിക്കിപ്പോൾ ഒരു ബെഡേ ഉള്ളൂ, അല്ല 2 ബെഡുണ്ട് എനിക്ക്. കൊള്ളാം. ഇനി നമുക്ക് എന്താ സംഭവം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇനി നമുക്ക് എനിക്ക് ഡയമണ്ട് പിക്കാസ് ഉണ്ട്, അതെടുക്കാം. ഓക്കെ, ഇതെല്ലാം സർവൈവ് ഇതാണ് എടുത്തത്. ഇതൊരിക്കലും ഞാൻ ചുമ്മാ ക്രിയേറ്റീവ് എടുത്തൊന്നുമല്ല. കാരണം വെച്ചാൽ ഇത് ഒരു 1.5 മണിക്കൂർ എടുത്താണ് ഡയമണ്ട് തന്നെ കൊണ്ടെടുത്ത്. കുറേ ഡയമണ്ട് കൊണ്ടിരിക്കാൻ ഭയങ്കര പാടുപെട്ട്. ഓക്കെ, ഇപ്പം എന്തായാലും എടുക്കാം. ഓക്കെ, പിന്നെ വേറെ കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം ഞാൻ സ്റ്റോണേജിൻ്റെ അഡ്വാൻസ്മെൻറ്റ് മേടിയത്. അപ്പോൾ പലർക്കും സംശയം തോന്നും ഞാനപ്പോൾ ക്രിയേറ്റീവ് എടുത്താൽ ചെയ്തത്. അല്ല, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ ഇതായിരുന്നു ഉള്ളത് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, എനിക്കറിയാവുന്ന പോലെ തന്നെ സാധാരണയായിട്ടുള്ള മറ്റേ ഒരു അക്കൗണ്ടായിരുന്നു, നൈറ്റ് ഗെയിമർ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട്. പക്ഷേ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ പിന്നെ അതിന് വേണ്ടി തന്നെയായിട്ട് ഞാനൊരു ചാനലുണ്ടാക്കി. അതാണിപ്പം ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ സ്പൂണിങ്ങിലാണ് സ്പൂണായത്. കൊള്ളാം. ഓക്കെ, ഇപ്പം എന്തായാലും ജസ്റ്റ് ഞാൻ പോകാൻ നോക്കാൻ പറ്റുന്നു. ശരിയല്ലോ, എനിക്ക് എലേറ്റർ ഉണ്ട് സത്യം പറഞ്ഞാൽ, പക്ഷേ എനിക്ക് റോക്കറ്റില്ല വർത്താൻ. ഇത് ഫുള്ള് സീനാണ്. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് നമ്മുടെ എനിമീസിനെ കൊല്ലാൻ പറ്റും. നമുക്കവിടെ ഒരു സോംബി കാണുന്നതെന്ന്, ആ സോംബി പോയി കാണുമായിരിക്കും. പക്ഷെ ആ സ്കെൽട്ടൻ അത് പോകാൻ ചാൻസ് കുറവാണ്. പിന്നെ രാവിലെ ആകണം. എൻ്റെ കയ്യിൽ ബെഡുണ്ടല്ലോ, ശരിയല്ലോ. ഓക്കെ, വെയിറ്റ്. രാവിലെ ആകുമ്പോൾ പോയാൽ പിന്നെ തിരക്കിയിട്ടില്ല നമുക്ക്, മനസ്സിലായേ? ഓക്കെ, ഇപ്പം എൻ്റെ പ്രശ്നം എന്താ? ഓക്കെ, എനിക്ക് തോന്നുന്നു വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് നെറ്റ് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിന്ന് സൈനപ്പ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ടീം ആരൊക്കെയാണെന്ന് പറഞ്ഞായിരിക്കും. സോ ഓക്കെ, എന്തായാലും എല്ലാവരും ലാവ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക. സോ ഇറ്റ്സ് മീ എപ്പിക് ഗെയിമിംഗ്. ഐ ആം സൈനിങ് ഓഫ്.